In the last video, we discussed typification. Today, we will be talking about priority of publication, effective publication, and valid publication. First of all, priority of publication. ICBN's third principle ആണ് nomenclature of a taxonomic group is based upon priority of publication. അതുപോലെ നാലാമത്തെ റൂളാണ് ഈച്ച് ടാക്സോണമിക് ഗ്രൂപ്പ് വിത്ത് എ പെർട്ടിക്കുലർ സർക്കംസ്ക്രിപ്ഷൻ പൊസിഷൻ ആൻഡ് റാങ്ക് ക്യാൻ ബിയർ ഓൺലി വൺ കറക്റ്റ് നെയിം ദ ഏർലിയസ്റ്റ് ദാറ്റ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് റൂൾ എക്സെപ്റ്റ് ഇൻ സ്പെസിഫൈഡ് കേസസ്. സോ ഈ രണ്ട് പ്രിൻസിപ്പിളും പറയുന്നത് ആരാണോ ഫസ്റ്റ് ടൈം വാലിഡായിട്ട് ഒരു ടാക്സക്ക് നെയിം കൊടുത്തിട്ടുള്ളത് ആ പേരിലാണ് ആ ടാക്സ് അറിയപ്പെടുക. അല്ലെങ്കിൽ ആരാണോ ഏർലിയസ്റ്റ് വാലിഡ് ആയിട്ട് ഒരു ടാക്സക്ക് നെയിം ചെയ്തിട്ടുള്ളത് അയാളായിരിക്കും ആ ടാക്സിൻ്റെ ഓതർ സൈറ്റേഷൻ നമ്മൾ എഴുതുക അയാളുടെ പേരിലാണ്. സോ എന്താ റൂൾ ഓഫ് പ്രിയോറിറ്റി? ഈച്ച് ഫാമിലി ഓർ ടാക്സോൺ ഓഫ് ലോവർ റാങ്ക് ക്യാൻ ഹാവ് ഓൺലി വൺ കറക്റ്റ് നെയിം ദ ഏർലിയസ്റ്റ് നെയിം വാലിഡ്ലി പബ്ലിഷ്ഡ് ഫോർ എ ടാക്സോൺ except in case of limitation of priority by conservation. ഫോർത്ത് പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ ICBN പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില കേസിൽ മാത്രം, അതായത് ചില സ്പെസിഫൈഡ് കേസസിൽ മാത്രം റൂൾ ഓഫ് പ്രിയോറിറ്റി അപ്ലൈ ചെയ്യില്ല. നോമിന കൺസർവാണ്ട കാറ്റഗറിയിൽ വരുന്ന പ്ലാൻസിൻ്റെ കേസിൽ നെയിംസ് കൺസേർവ് ചെയ്തിട്ടുണ്ടാവും. അവിടെ ആരാണോ ഏർലിയസ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തത് എന്നുള്ളതല്ല നോക്കുന്നത്, നോമിന കൺസർവാണ്ട കാറ്റഗറിയിൽ വരുന്ന പ്ലാൻസിൻ്റെ നെയിം മാത്രം കൺസേർവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് മാത്രമാണ് പ്രിയോറിറ്റി ഓഫ് പബ്ലിക്കേഷനിൽ വരുന്ന ഒരു എക്സെപ്ഷണൽ കേസ്. അപ്പോൾ ആരാണോ ഏർലിയസ്റ്റ് ആയിട്ട് വാലിഡ് ആയിട്ട് ഒരു നെയിം പബ്ലിഷ് ചെയ്തത് അതായിരിക്കും ആ ടാക്സിൻ്റെ പേര്. പക്ഷേ ചില സ്പെസിഫൈഡ് കേസസിൽ മാത്രം ആ റൂളിന് എഗെയിൻസ്റ്റ് ആണ്. വൺ പ്ലാന്റ് മൈറ്റ് ഹാവ് ബീൻ ഡിസ്ക്രൈബ്ഡ് അണ്ടർ ഡിഫറെൻറ്റ് സയൻറ്റിഫിക് നെയിംസ് ബൈ വേരിയസ് ഓതേഴ്സ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡിൽ ഡിഫറെൻറ്റ് ഓതേഴ്സ് ഒരു പ്ലാന്റിന് ഡിഫറെൻറ്റ് സയൻറ്റിഫിക് നെയിംസ് കൊടുക്കാം അല്ലേ? അതായത് അമേരിക്കയിൽ ഇന്ത്യയിലുള്ള സെയിം പ്ലാന്റ് ഉണ്ട്, അമേരിക്കയിലെ ഒരു സയൻറ്റിസ്റ്റ് അതിനൊരു നെയിം കൊടുത്തു, ഇന്ത്യയിലെ സയൻറ്റിസ്റ്റ് അതിന് വേറൊരു നെയിം കൊടുത്തു. ഇനി അമേരിക്ക ഇന്ത്യ ആവണമെന്നില്ല, കേരളത്തിൻ്റെ തന്നെ രണ്ട് ഡിഫറെൻറ്റ് പാർട്സിൽ രണ്ട് ഡിഫറെൻറ്റ് നെയിംസ് കൊടുക്കാം. അപ്പം അങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ടാവും. ഓഫ് ദി സെവറൽ നെയിംസ് പബ്ലിഷ്ഡ് ഫോർ എ ടാക്സോൺ വാലിഡ്ലി പബ്ലിഷ്ഡ് ഫസ്റ്റ് നെയിം ഈസ് റിഗാർഡഡ് ആസ് കറക്റ്റ് ആൻഡ് യൂണിവേഴ്സലി ആക്സെപ്റ്റബിൾ നെയിം. സോ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡിൽ ഡിഫറെൻറ്റ് സയൻറ്റിഫിക് നെയിംസിൽ നെയിം ചെയ്തിട്ടുള്ള പ്ലാന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആരാണോ ഫസ്റ്റ് ടൈം വാലിഡ്ലി നെയിം പബ്ലിഷ് ചെയ്തത് ആ നെയിമാണ് യൂണിവേഴ്സലി ആക്സെപ്റ്റബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പം ഒരാൾ ജനുവരി 1, 2020 ഒരാൾ ഫെബ്രുവരി 1, 2020 പബ്ലിഷ് ചെയ്തതെങ്കിൽ നമ്മൾ ജനുവരി 1, 2020 പബ്ലിഷ് ചെയ്ത ആളുടെ നെയിമാണ് വാലിഡായിട്ട് കൺസിഡർ ചെയ്യുക. നെയിംസ് ഓഫ് സെവറൽ പ്ലാന്റ്സ് ഹാവ് നൗ ബീൻ ചേഞ്ച്ഡ് ഡ്യൂ ടു സ്ട്രിക്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ദിസ് റൂൾ. അപ്പോൾ റൂൾ ഓഫ് പ്രിയോറിറ്റി അപ്ലൈ ചെയ്ത് ഒരുപാട് പ്ലാന്റ്സിൻ്റെ സയൻറ്റിഫിക് നെയിംസ് ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം പിന്നീട് എക്സാമിൻ ചെയ്യുമ്പോഴാണ് അറിയുക ഈ പ്ലാന്റിനെ മുന്നേ ആരോ നെയിം ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഈ പ്ലാന്റ് അറിയപ്പെടുക രണ്ടാമത് നെയിം ചെയ്ത ആളുടെ സയൻറ്റിഫിക് നെയിമിലായിരിക്കും. സോ അത് ചേഞ്ച് ചെയ്യണം. ആരാണോ ഫസ്റ്റ് വാലിഡ്ലി പബ്ലിഷ് ചെയ്തത് ആ നെയിമാണ് യൂണിവേഴ്സലി ആക്സെപ്റ്റബിൾ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. സോ പിന്നീട് എന്ത് ചെയ്യും, ആ നെയിമാണ് കറക്റ്റ് നെയിം, ബാക്കിയുള്ളത് പിന്നെ എന്തായിട്ട് മാറും, സിനോണിംസ് ആയിട്ട് മാറും. സോ റൂൾ ഓഫ് പ്രിയോറിറ്റി ഗിവ്സ് സ്റ്റെബിലിറ്റി ടു പ്ലാൻ നെയിംസ്. അപ്പോൾ റൂൾ ഓഫ് പ്രിയോറിറ്റി അപ്ലൈ ചെയ്യുന്നതോടുകൂടി സയൻറ്റിഫിക് നെയിംസിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യും. വാലിഡ് പബ്ലിക്കേഷൻസ് ആർ ദോസ് നെയിംസ് പബ്ലിഷ്ഡ് സിൻസ് മെയ് 1753, the date of publication of Linnaeus Species Plantarum. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ലിനേയസിൻ്റെ സ്പീഷീസ് പ്ലാന്റാരം 1/5/1753 ആണ് സ്പീഷീസ് പ്ലാന്റാരത്തിൻ്റെ കറക്റ്റ് ഡേറ്റ് 1/5/1753. സോ വാലിഡ് പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ those names published since May 1753, the date of publication of Linnaeus Species Plantarum. അതിനെ മുന്നേ ഉള്ളതിൽ നമുക്ക്
ബൈനോമിയൽ നെയിംസ് ഉണ്ടായിരിക്കില്ല. According to priority, earliest valid name is the correct name for a taxon. അപ്പോൾ റൂൾ ഓഫ് പ്രിയോറിറ്റി അനുസരിച്ചിട്ട് ആരാണോ ഒരു നെയിം വാലിഡ് ആയിട്ട് ഫസ്റ്റ് ടൈം പബ്ലിഷ് ചെയ്തത് അതായിരിക്കും ആ ടാക്സിൻ്റെ കറക്റ്റ് നെയിം. സോ ഒരു ടാക്സക്ക് ഒരു കറക്റ്റ് നെയിമേ ഉണ്ടാവുള്ളൂ. സിനോണിംസ് ചിലപ്പോൾ ഒരുപാടുണ്ടാവാം. ആൻഡ് ഈ കറക്റ്റ് നെയിം എങ്ങനെയാ വരിക? ആരാണോ ഫസ്റ്റ് ടൈം ഏർലിയസ്റ്റ് ആയിട്ട് വാലിഡ്ലി ഒരു നെയിമിനെ പബ്ലിഷ് ചെയ്തത് അതായിരിക്കും യൂണിവേഴ്സലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള നെയിം ഫോർ ദാറ്റ് ടാക്സ, എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് ലിമിറ്റേഷൻ ഓഫ് പ്രിയോറിറ്റി ബൈ കൺസർവേഷൻ. ലിമിറ്റേഷൻ ഓഫ് പ്രിയോറിറ്റി ബൈ കൺസർവേഷൻ അല്ലെങ്കിൽ നോമിന കൺസർവാണ്ട കാറ്റഗറിയിൽ വരുന്ന സയൻറ്റിഫിക് നെയിംസിന് മാത്രം റൂൾ ഓഫ് പ്രിയോറിറ്റി അപ്ലിക്കബിൾ അല്ല. സോ പ്രിയോറിറ്റി ഓഫ് പബ്ലിക്കേഷൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഗിവ് സ്റ്റെബിലിറ്റി ടു പ്ലാൻ നെയിംസ്. സോ റൂൾ ഓഫ് പ്രിയോറിറ്റി അനുസരിച്ചിട്ട് ഏർലിയസ്റ്റ് വാലിഡ് നെയിം ഈസ് ദ കറക്റ്റ് നെയിം ഫോർ എ ടാക്സോൺ. പക്ഷേ നോമിന കൺസർവാണ്ട കാറ്റഗറിയിൽ വരുന്ന ഓർഗാനിസത്തിന് ഇഷ്ടം പോലെ എക്സാമ്പിൾസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാപ്പിലിയോണേസിയിലെ ഒരു മെമ്പറാണ് കെജാനസ് കജാൻ. അതിൽ കെജാനസ് എന്നുള്ള ജീനസ് ശരിക്ക് 1813 നെയിം ചെയ്തിട്ടുള്ളത്. ഒരു ജീനസിന് കജാനസ് എന്ന് നെയിം ചെയ്തത് 1813 1813. പക്ഷെ സെയിം ജീനസിന് വേറൊരു സയൻറ്റിസ്റ്റ് കജാൻ എന്ന് നെയിം ചെയ്തിട്ടുണ്ട് 1763. സോ ഏർലിയസ്റ്റ് ഏതാണ്? കെജാൻ 1763. കാരണം 1763 നെയിം ചെയ്തിട്ടുണ്ട് കെജാൻ. സോ ശരിക്കും ആ ഒരു ടാക്സ് അറിയപ്പെടേണ്ടത് കജാൻ എന്നുള്ള നെയിമിലാണ്. പക്ഷെ നോമിന കൺസർവാണ്ട കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് കെജാനസ് എന്നുള്ള പേരിലാണ് ജീനസ് അറിയപ്പെടുന്നത്. സോ കെജാനസിനേക്കാളും മുന്നേ നെയിം ചെയ്ത കെജാൻ അവിടെ നിൽക്കുമ്പോൾ നോമിന കൺസർവാണ്ട കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി നമ്മൾ കെജാനസ് എന്നുള്ള നെയിമിലാണ് ജീനസ് അറിയപ്പെടുന്നത്. ക്ലിയർ? സെക്കൻഡ് വൺ, ഇഫക്റ്റീവ് പബ്ലിക്കേഷൻ. Publication is effective only when printed matter is distributed to general public or at least to botanical institution with libraries accessible to botanists. ഒരു പബ്ലിക്കേഷൻ ഇഫക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ പബ്ലിഷ് ചെയ്ത മാറ്റർ പ്രിന്റഡ് മോഡിലൂടെ ജനറൽ പബ്ലിക്കിന് അവൈലബിൾ ആവണം. ഓർ അറ്റ്ലീസ്റ്റ് ടു ബൊട്ടാണിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് ലൈബ്രറീസ് accessible to ബൊട്ടാണിസ്റ്റ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബൊട്ടാണിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ലൈബ്രറിയിലെങ്കിലും അവൈലബിൾ ആവണം. എങ്കിലേ ബൊട്ടാണിസ്റ്റിന് അത് റെഫർ ചെയ്യാൻ പറ്റൂ. സോ ഒരു പബ്ലിക്കേഷൻ ഇഫക്റ്റീവ് ആവണമെങ്കിൽ പ്രിന്റഡ് മാറ്റർ ജനറൽ പബ്ലിക്കിന് അവൈലബിൾ ആവണം, അല്ലെങ്കിൽ ബൊട്ടാണിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ലൈബ്രറീസിൽ അവൈലബിൾ ആവണം. Any other mode of application such as announcement of names at a public meeting or displaying new names in garden, distribution of typescripts and microfilms etc. will not be considered as effective. അല്ലാതെ ഒരു പബ്ലിക് മീറ്റിങ്ങിൽ ഒരാൾ അനൗൺസ് ചെയ്യാണ്, ഞാൻ ഇന്ന ഫീച്ചേഴ്സ് ഉള്ള ഒരു പ്ലാന്റ് ഇന്ന ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിൻ്റെ സയൻറ്റിഫിക് നെയിം ഇതാണ്, അങ്ങനെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇഫക്റ്റീവ് മോഡ് ഓഫ് പബ്ലിക്കേഷൻ അല്ല. അതുപോലെ തന്നെ ഡിസ്പ്ലേയിങ് ന്യൂ നെയിംസ് ഇൻ ഗാർഡൻ. ഒരാൾ എന്ത് ചെയ്തു, ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിൽ ആ പ്ലാന്റ് കുഴിച്ചിട്ടിട്ട് അതിനൊരു ബോർഡ് ഉണ്ടാക്കി, അതിൻ്റെ സയൻറ്റിഫിക് നെയിം എഴുതിയ ഒരു ബോർഡ് ഉണ്ടാക്കി. അതും എന്തല്ല, ഒരു ഇഫക്റ്റീവ് പബ്ലിക്കേഷൻ്റെ മോഡല്ല. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടൈപ്സ്ക്രിപ്റ്റ്സ് ആൻഡ് മൈക്രോഫിലിംസ്. ടൈപ്സ്ക്രിപ്റ്റ്സും മൈക്രോഫിലിംസും ജനറൽ പബ്ലിക്കിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതും എന്തല്ല, ഒരു ഇഫക്റ്റീവ് മോഡ് ഓഫ് പബ്ലിക്കേഷൻ അല്ല. അപ്പോൾ പ്രിന്റഡ് മാറ്റർ ജനറൽ പബ്ലിക്കിൽ അവൈലബിൾ ആവണം, അല്ലെങ്കിൽ ബൊട്ടാണിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ലൈബ്രറീസിൽ ആക്സസിബിൾ ആവണം. അല്ലാതെ അനൗൺസ്മെന്റ് അറ്റ് പബ്ലിക് മീറ്റിംഗ്, ഡിസ്പ്ലേയിങ് ഇൻ ഗാർഡൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടൈപ്സ്ക്രിപ്റ്റ്സ് ആൻഡ് മൈക്രോഫിലിംസ്, ഇതൊന്നും എന്തല്ല, ഇഫക്റ്റീവ് പബ്ലിക്കേഷൻ്റെ ഒരു മോഡല്ല. ദെൻ പബ്ലിക്കേഷൻ ഓഫ് ന്യൂ നെയിം ഓൺ ഓർ ആഫ്റ്റർ 1st January 1953 in tradesman catalog or in non-scientific newspaper, even if accompanied by Latin diagnosis, will not constitute effective publication. Publication on or after 1/1/1953 in tradesman catalog or in non-scientific newspaper, even if accompanied by Latin diagnosis. അതായത് 1/1/1953 ശേഷം ട്രേഡ്സ്മാൻ കാറ്റലോഗിൽ പബ്ലിഷ് ചെയ്ത പബ്ലിക്കേഷൻസ് എന്തല്ല, ഇഫക്റ്റീവ് അല്ല.
അതായത് പബ്ലിക്കേഷൻസ് വരുന്ന ഒരു കാറ്റലോഗാണ് ട്രേഡ്സ്മാൻ കാറ്റലോഗ്. അപ്പോൾ 1/1/1953 മുന്നേ ട്രേഡ്സ്മാൻ കാറ്റലോഗിൽ വന്നിട്ടുള്ളതൊക്കെ ഇഫക്റ്റീവ് മോഡാണ്. അപ്പോൾ ഒരു കട്ട് ഓഫ് ഡേറ്റ് ആണത്. 1/1/1953 ശേഷം ട്രേഡ്സ്മാൻ കാറ്റലോഗിലുള്ള പബ്ലിക്കേഷൻസ് ഇഫക്റ്റീവ് അല്ല. അതുപോലെ തന്നെ നോൺ സയൻറ്റിഫിക് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്താലും അത് ഇഫക്റ്റീവ് മോഡ് ഓഫ് പബ്ലിക്കേഷൻ അല്ല. 1/1/1953 ശേഷമുള്ള പബ്ലിക്കേഷൻസിൽ ലാറ്റിൻ ഡയഗ്നോസിസ് നിർബന്ധമാണ്. പക്ഷേ ട്രേഡ്സ്മാൻ കാറ്റലോഗിൽ ലാറ്റിൻ ഡയഗ്നോസിസ് വെച്ച് കഴിഞ്ഞാലും 1/1/1953 ശേഷമുള്ളത് എന്തല്ല, ഇഫക്റ്റീവ് അല്ല. 1/1/1953 വരെ ട്രേഡ്സ്മാൻ കാറ്റലോഗിൽ പബ്ലിഷ് ചെയ്തത് ഇഫക്റ്റീവ് ആണ്. അപ്പോൾ the date of effective publication of a journal is the date on which the printed matter become available. ഒരു ഇഫക്റ്റീവ് പബ്ലിക്കേഷൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞത് എന്നാണോ ആ ജേർണൽ പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഡേറ്റ് ആണ് ഇഫക്റ്റീവ് പബ്ലിക്കേഷൻ്റെ ഡേറ്റ്. അപ്പം ജേർണൽ പബ്ലിഷ് ചെയ്ത ഡേറ്റ് 1 January 2020 ആണെങ്കിൽ ആ ഒരു പബ്ലിക്കേഷൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞത് 1/1/2020. ചിലപ്പോൾ സയൻറ്റിസ്റ്റ് 2018 കണ്ടുപിടിച്ചിട്ടുണ്ടാവും പ്ലാന്റ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ റെഡിയാക്കി ഇരിക്കുന്നുണ്ടാവും. പക്ഷെ അത് പബ്ലിഷ് ചെയ്തത് എന്നാണോ അന്ന് മുതലാണ് അതിൻ്റെ ഡേറ്റ് ഓഫ് ഇഫക്റ്റീവ് പബ്ലിക്കേഷൻ. സോ ഇഫക്റ്റീവ് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻറ്റഡ് മാറ്റർ പബ്ലിക്കിന് അവൈലബിൾ ആവണം, അല്ലെങ്കിൽ ബൊട്ടാണിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ലൈബ്രറീസിലെങ്കിലും അക്സസിബിൾ ആവണം. അല്ലാതെ അനൗൺസ്മെൻറ്റ് അറ്റ് പബ്ലിക് മീറ്റിംഗ്, ഡിസ്പ്ലേയിങ് ഇൻ ഗാർഡൻസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടൈപ്പ് സ്ക്രിപ്റ്റ്സ് ആൻഡ് മൈക്രോഫിലിംസ്, അതുപോലെ 1/1/1953 ശേഷം ട്രേഡ്സ്മാൻ കാറ്റലോഗിൽ പബ്ലിഷ് ചെയ്യുക, നോൺ സയൻറ്റിഫിക് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യുക, ഇതൊന്നും ഇഫക്റ്റീവ് മോഡ് ഓഫ് പബ്ലിക്കേഷൻ അല്ല. ഡേറ്റ് ഓഫ് ഇഫക്റ്റീവ് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞത് ജേർണൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡേറ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പത്രത്തിൽ കാണാറുണ്ട് പുതിയ പ്ലാന്റ്സ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞത്, അതൊരു ഇഫക്റ്റീവ് പബ്ലിക്കേഷൻ്റെ മോഡല്ല. സാധാരണ പത്രത്തിൽ കൊടുക്കാറുണ്ട്, അത് പബ്ലിക്കിനൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ ഒരു പബ്ലിക്കേഷൻ കൊണ്ട് ഇഫക്റ്റീവ് ആവില്ല. തേർഡ് വൺ, വാലിഡ് പബ്ലിക്കേഷൻ. ഒരു പബ്ലിക്കേഷൻ വാലിഡ് ആവണമെങ്കിൽ 6 ബേസിക് റൂൾസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, ദ നെയിം മസ്റ്റ് ബി ഇഫക്റ്റീവ്ലി പബ്ലിഷ്ഡ്. ഇതിൻ്റെ തൊട്ട് മുന്നേയുള്ള സ്ലൈഡിൽ നമ്മൾ എങ്ങനെയാണ് ഒരു നെയിം ഇഫക്റ്റീവ്ലി പബ്ലിഷ് ചെയ്യുക എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് ജനറൽ പബ്ലിക്കിന് അവൈലബിൾ ആവണം, ലൈബ്രറീസിലൂടെ അക്സസിബിൾ ആവണം, അല്ലാതെ പബ്ലിക് മീറ്റിങ്ങിൽ അനൗൺസ് ചെയ്യുന്നതോ ഗാർഡനിൽ ഡിസ്പ്ലേ ചെയ്യുന്നതൊന്നും ഇഫക്റ്റീവിൻ്റെ മോഡല്ല എന്ന് പറഞ്ഞു. സോ അങ്ങനെ ഇഫക്റ്റീവായിട്ട് നെയിം പബ്ലിഷ് ചെയ്താൽ മാത്രമേ അതെന്താവൂ, വാലിഡ് ആവൂ. സോ വാലിഡ് പബ്ലിക്കേഷൻ്റെ ഫസ്റ്റ് റൂളാണ് ദ നെയിം മസ്റ്റ് ബി ഇഫക്റ്റീവ്ലി പബ്ലിഷ്ഡ്. സെക്കൻഡ്, ദർ മസ്റ്റ് ബി എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ന്യൂ ടാക്സോൺ or a reference to previously and effectively published description. അപ്പോൾ നമ്മൾ ഒരു പുതിയ സ്പീഷീസിനെ കണ്ടുപിടിച്ചിട്ട് അതിനെ വാലിഡായിട്ട് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ആ സ്പീഷീസിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നിർബന്ധമാണ്. അതാണ് ദർ മസ്റ്റ് ബി എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ന്യൂ ടാക്സോൺ, എങ്കിലേ ആ പബ്ലിക്കേഷൻ വാലിഡ് ആവും. ദെൻ or a reference to previously and effectively published description. ഇപ്പോൾ ഒരാൾ ഒരു സ്പീഷീസ് നെയിം ചേഞ്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. സോ അതിനെ മുന്നേ ആരോ നെയിം ചെയ്തിട്ടുള്ള ഒരു സ്പീഷീസ് നെയിം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് മുന്നേ ചെയ്തിട്ടുള്ള വർക്കിലേക്കുള്ള ഒരു റെഫറൻസ് കൊടുക്കണം. അതായത് ഇന്ന ജേർണലിൽ ഇത്രാമത്തെ വോളിയമിൽ ഇത്രാമത്തെ പേജിലാണ് ഇതിനെ മുന്നേ നെയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ നെയിമിനെയാണ് ഇപ്പോൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ ഒരു റെഫറൻസ് ടു പ്രീവിയസ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി പബ്ലിഷ്ഡ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. അപ്പോൾ പുതിയതായിട്ട് കണ്ടുപിടിക്കുന്ന കേസിൽ ടാക്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യണം. ദെൻ ചേഞ്ചസ് എന്തെങ്കിലും വരുത്തുകയാണെങ്കിൽ നേരത്തെ ഇഫക്റ്റീവ്ലി പബ്ലിഷ് ചെയ്തതിലേക്കുള്ള ഒരു റെഫറൻസ് കൊടുക്കണം. എങ്കിൽ മാത്രമേ പബ്ലിക്കേഷൻ വാലിഡ് ആവൂ. മൂന്നാമത്തേത്, എ നെയിം പബ്ലിഷ്ഡ് ഓൺ ഓർ ആഫ്റ്റർ 1/1/1953 മസ്റ്റ് ബി അക്കമ്പനീഡ് ബൈ ലാറ്റിൻ ഡിസ്ക്രിപ്ഷൻ ഓർ ഡയഗ്നോസിസ് or a reference to a previously and effectively published Latin diagnosis. 1/1/1953 ശേഷം പബ്ലിഷ് ചെയ്യുന്ന നെയിംസിൽ ലാറ്റിൻ ഡിസ്ക്രിപ്ഷൻ നിർബന്ധമാണ്. ഇപ്പോൾ ഒരു പുതിയ സ്പീഷീസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടേഴ്സ് ലാറ്റിനിൽ കൊടുക്കണം. അത് നിർബന്ധമാണ്, എങ്കിലേ പബ്ലിക്കേഷൻ വാലിഡ് ആവും. or a reference to a previously and effectively published Latin diagnosis. നമ്മൾ സെക്കൻഡ് പോയിന്റ് പറഞ്ഞ പോലെ തന്നെ
ഒരു ചേഞ്ച് ആണ് വരുത്തുന്നതെങ്കിൽ ജസ്റ്റ് ഒരു സ്പീഷീസിൻ്റെ നെയിം ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ജീനസിനെ സ്പ്ലിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ജീനസ് നെയിം ചേഞ്ച് ചെയ്യുക, ഇങ്ങനത്തെ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ആണ് വരുത്തുന്നതെങ്കിൽ റെഫറൻസ് ടു പ്രീവിയസ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി പബ്ലിഷ്ഡ് ലാറ്റിൻ ഡയഗ്നോസിസിലേക്കുള്ള ഒരു റെഫറൻസ് കൂടി കൊടുക്കണം, എങ്കിലേ പബ്ലിക്കേഷൻ വാലിഡ് ആവും. സോ 1/1/1953 ശേഷം പബ്ലിഷ് ചെയ്യുന്ന നെയിംസിന് ലാറ്റിൻ ഡിസ്ക്രിപ്ഷൻ വേണം. ദെൻ ചേഞ്ചസ് വരുത്തുന്ന സമയത്ത് റെഫറൻസ് ടു പ്രീവിയസ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി പബ്ലിഷ്ഡ് ലാറ്റിൻ ഡയഗ്നോസിസും വേണം. ദെൻ നാലാമത്തത് നെയിംസ് ഓഫ് ഫാമിലീസ് ആൻഡ് ലോവർ ടാക്സ ആർ വാലിഡ് ഓൺലി ഇഫ് നോമക്ലേച്ചറൽ ടൈപ്സ് ആർ ഇൻഡിക്കേറ്റഡ്. നോമക്ലേച്ചറൽ ടൈപ്പ് എന്താന്ന് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ടൈപ്സ് അതായത് ടൈപ്പിഫിക്കേഷൻ. അപ്പം ഒരു ഫാമിലിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലിക്ക് താഴെയുള്ള കാറ്റഗറീസ് ആയിട്ടുള്ള ഒരു ജീനസോ അല്ലെങ്കിൽ ഒരു സ്പീഷീസ്, നമ്മൾ പുതിയൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ പുതിയൊരു ജീനസ് ക്രിയേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നമുക്കൊരു പുതിയ സ്പീഷീസ് കിട്ടി അതിൻ്റെ നെയിം നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടൈപ്പ് ഏതാന്ന് മെൻഷൻ ചെയ്യാതിരുന്നാൽ പബ്ലിക്കേഷൻ എന്താവില്ല, വാലിഡ് ആവില്ല. സോ നെയിംസ് ഓഫ് ഫാമിലീസും അതുപോലെ ഫാമിലിക്ക് താഴെയുള്ള ലോവർ ടാക്സിൻ്റെ കേസിലും പബ്ലിക്കേഷൻ വാലിഡ് ആവണമെങ്കിൽ നോമക്ലേച്ചറൽ ടൈപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യൽ മസ്റ്റാണ്. ദെൻ അഞ്ചാമത്തത് ന്യൂ നെയിംസ് ഓർ കോമ്പിനേഷൻസ് പബ്ലിഷ്ഡ് ഓൺ ഓർ ആഫ്റ്റർ 1/1/1953 may not be validly published unless there is a clear indication of rank of taxon concerned. 1/1/1953 ശേഷം ചെയ്യുന്ന ന്യൂ നെയിംസ് അല്ലെങ്കിൽ കോമ്പിനേഷൻസ്, ന്യൂ നെയിംസ് ഓർ കോമ്പിനേഷൻസ് എന്ന് പറയുമ്പോൾ പുതിയതായിട്ടൊരു സ്പീഷീസിൻ്റെ നെയിം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ജീനസിൻ്റെ നെയിം മാറ്റിയിട്ട് വേറൊരു ജീനസ് ആക്കുക, അങ്ങനത്തെ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തുക. അപ്പം ഈ രണ്ട് കേസും 1/1/1953 ശേഷം വാലിഡ് ആവണമെങ്കിൽ ദർ ഈസ് എ ക്ലിയർ ഇൻഡിക്കേഷൻ ഓഫ് റാങ്ക് ഓഫ് ടാക്സോൺ കൺസേൺഡ്. അതായത് നമ്മൾ ഒരു ജീനസിനെയാണോ, ഒരു സ്പീഷീസിനെയാണോ, ഒരു ഫാമിലിനെയാണോ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു ജീനസിനെയാണോ സ്പ്ലിറ്റ് ചെയ്തത്, ഒരു ഫാമിലിനെയാണോ സ്പ്ലിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു പുതിയ സ്പീഷീസ് ആണോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. അതായത് 1/1/1953 ശേഷം ചെയ്യുന്ന വർക്ക്സിൽ അല്ലെങ്കിൽ പബ്ലിക്കേഷനിൽ റാങ്ക് ഓഫ് ടാക്സോൺ ഏതാന്ന് ക്ലിയർ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യണം. ഒരാൾ മറന്നുപോയി, ഇപ്പം ഹിബിസ്കസ് എന്നുള്ള ഒരു ജീനസിനെ സ്പ്ലിറ്റ് ചെയ്യാണ്, ഹിബിസ്കസ് എന്നുള്ള ഒരു ജീനസിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ജീനസ് ഹിബിസ്കസിനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. അല്ലെങ്കിൽ ഫാമിലി മാൽവേസിനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു ഫാമിലിനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് റാങ്ക് ഓഫ് ടാക്സോൺ ഏതാന്ന് ക്ലിയർ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അഞ്ചാമത്തെ റൂള്. ദെൻ ലാസ്റ്റ് റൂൾ, ന്യൂ കോമ്പിനേഷൻസ് ആർ നോട്ട് വാലിഡ്ലി പബ്ലിഷ്ഡ് അൺലെസ് ഓതർ ഹിംസെൽഫ് മേക്സ് ദം ഇൻ ഒറിജിനൽ പബ്ലിക്കേഷൻ. ഒരു പുതിയ കോമ്പിനേഷൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിബിസ്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ജീനസിനെയും സിഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീനസിനെയും കൂടി കൂട്ടിയിട്ട് പുതിയൊരു ജീനസ്, അതായത് ഈ രണ്ട് ജീനസിലുള്ള മെമ്പേഴ്സിനൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പുതിയ ജീനസ് ഒരു ഓതർ ഫോം ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതായത് കോമ്പിനേഷനാണ്, രണ്ട് ജീനസിനെ കമ്പൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ജീനസ് ഹിബിസ്കസ് എന്നുള്ള ജീനസിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇങ്ങനത്തെ എന്തെങ്കിലും കോമ്പിനേഷൻസ് വാലിഡ് ആവണമെങ്കിൽ ആദ്യം ഓതർ എന്ത് ചെയ്യണം, ഓതർ ഹിംസെൽഫ് മേക്സ് ദം ഇൻ ഒറിജിനൽ പബ്ലിക്കേഷൻ. ഓതർ ഞാൻ ഇന്ന ചേഞ്ചസ് ഈ ജീനസിൽ വരുത്തിയിട്ടുണ്ട്, ഹിബിസ്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ജീനസിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഹിബിസ്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ജീനസും സിഡ എന്ന് പറഞ്ഞ ജീനസും കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ ജീനസ് ആക്കി മാറ്റിയിട്ടുണ്ട് എന്ന കണ്ടന്റുള്ള ഒരു പബ്ലിക്കേഷൻ ഓതർ സ്വന്തമായിട്ട് ഒരു ജേർണലിൽ ഫസ്റ്റ് പബ്ലിഷ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ കോമ്പിനേഷൻസ് വാലിഡ് ആവൂ, സയൻറ്റിഫിക് വേൾഡ് അതിനെ വാലിഡായിട്ട് കണക്കാക്കൂ. അപ്പോൾ ഇത്രയാണ് വാലിഡ് പബ്ലിക്കേഷൻ്റെ റൂള്. ഫസ്റ്റ് വൺ, നെയിം ഇഫക്റ്റീവ്ലി പബ്ലിഷ് ചെയ്യണം. രണ്ടാമത്തത് ന്യൂ നെയിം ആണെങ്കിലും അതുപോലെ പ്രീവിയസ്ലി പബ്ലിഷ് ചെയ്തതാണെങ്കിലും എന്തു വേണം, ഡിസ്ക്രിപ്ഷൻ നിർബന്ധമാണ്. ദെൻ മൂന്നാമതായിട്ട് 1/1/1953 ശേഷം പബ്ലിഷ് ചെയ്യുന്ന പബ്ലിക്കേഷൻസിൽ ലാറ്റിൻ ഡയഗ്നോസിസ് നിർബന്ധമാണ്. ദെൻ നാലാമത്തത്
ഫാമിലിയും ഫാമിലിക്ക് താഴെയുള്ള ലോവർ ടാക്സ് വാലിഡ് ആവണമെങ്കിൽ നോമൻക്ലേച്ചറൽ ടൈപ്പ് മെൻഷൻ ചെയ്യണം. ദെൻ 1953 ശേഷം പബ്ലിഷ് ചെയ്തിട്ടുള്ള ന്യൂ നെയിംസും കോമ്പിനേഷൻസും വാലിഡ് ആവണമെങ്കിൽ റാങ്ക് ഓഫ് ടാക്സ് ഓൺ കൺസേൺഡ് ഇൻഡിക്കേറ്റ് ചെയ്യണം. ദെൻ ലാസ്റ്റ് വൺ, ന്യൂ കോമ്പിനേഷൻസ് വാലിഡ് ആവണമെങ്കിൽ ഓതർ ഹിംസെൽഫ് ഒരു ജേർണലിൽ അത് പബ്ലിഷ് ചെയ്യണം. എങ്കിലേ സയൻറ്റിഫിക് വേൾഡ് അതിനെ വാലിഡായിട്ട് കണക്കാക്കൂ. ബേസിക് റൂൾസ് ഓഫ് നോമൻക്ലേച്ചറിൽ 3 ബേസിക് റൂൾസ് ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. പ്രിയോറിറ്റി ഓഫ് പബ്ലിക്കേഷൻ, ഇഫക്റ്റീവ് പബ്ലിക്കേഷൻ ആൻഡ് വാലിഡ് പബ്ലിക്കേഷൻ.